ഹായ് ഡിയേഴ്സ്, നമ്മുടെ LBS അഡ്മിഷൻ ബന്ധപ്പെട്ട് BSc നേഴ്സിങ്ങിന് 2023, 2024, 2025 ഈ ഒരു 3 വർഷങ്ങളിലെയും ലാസ്റ്റ് കയറിയ വിദ്യാർത്ഥികളുടെ പ്രീവിയസ് ഇൻഡെക്സ് മാർക്കാണ് കോളേജ് വൈസ് നമ്മൾ നൽകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നോക്കി വെച്ചിരിക്കുക. ഇതനുസരിച്ച് കോളേജ് ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന 2025 ഡാറ്റയാണ്. ഈ ഒരു ഡാറ്റയിൽ 14 ഗവൺമെൻറ് കോളേജും 11 സിമറ്റ് കോളേജും പിന്നെ 104 പ്രൈവറ്റ് കോളേജുമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഓരോ വർഷവും. ഓക്കെ, അപ്പോൾ ഈ വർഷം ഏതൊക്കെ കോളേജ് വരും, ഏതൊക്കെ കോളേജ് ഒഴിവാകുമെന്ന് നമുക്ക് അതിൻ്റെ ഡാറ്റ വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 2025 ഡാറ്റ നോക്കാം. ഈ ഒരു സൈറ്റ് വെച്ച് നമ്മൾ നോക്കുന്നത് ഇതിൽ കോഴ്സ് ബേസ്ഡ് നേഴ്സിംഗ് എന്ന് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് അല്ലെങ്കിൽ ഏതൊക്കെ കോളേജിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ആ കോളേജ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ എത്ര സീറ്റ് ഉണ്ടെന്നും ഏതൊക്കെ കാറ്റഗറിയിൽ വിദ്യാർത്ഥികൾ ജോയിൻ ആയിട്ടുണ്ടെന്നും മനസ്സിലാവും. ഓക്കെ, ഞാനിത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ച ഏകദേശം ഒരു ഡാറ്റ പ്രകാരം ഞാനൊന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മുടെ SM റാങ്കും അതുപോലെ തന്നെ കാറ്റഗറി റാങ്കും ഒക്കെ അത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നോക്കേണ്ടത് നിങ്ങൾ. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നോക്കുമ്പോൾ 2025 225 ഇൻഡെക്സ് മാർക്കാണ് കയറിയിട്ടുള്ളത് SM റാങ്കിൽ. പിന്നെ മുസ്ലിം കാറ്റഗറിക്ക് വരുമ്പോൾ 251 ഇൻഡെക്സ് മാർക്കാണ് കയറിയിട്ടുള്ളത്. പിന്നെ ഇഴവ കാറ്റഗറിക്ക് വരുമ്പോൾ 250 ഇൻഡെക്സ് മാർക്കാണ് കയറിയിട്ടുള്ളത്. SC കാറ്റഗറിക്ക് വരുമ്പോൾ 245 ഇൻഡെക്സ് മാർക്കാണ് കയറിയിട്ടുള്ളത്. പിന്നെ ST കാറ്റഗറിക്ക് വരുമ്പോൾ 186 ഇൻഡെക്സ് മാർക്ക്. BH കാറ്റഗറിക്ക് വരുമ്പോൾ 233. സിമറ്റ് കോളേജിലേക്ക് പോകുമ്പോൾ അത് 279 SM റാങ്ക് വരുന്നത്. മുസ്ലിം കാറ്റഗറിക്ക് പോകുമ്പോൾ 275, ഇഴവ കാറ്റഗറിക്ക് 274, SC കാറ്റഗറിക്ക് 253, ST കാറ്റഗറിക്ക് 204. പിന്നെ ഗവൺമെൻറ് കോളേജിലേക്ക് വരുമ്പോൾ SM റാങ്കിൽ 287 കയറിയിരിക്കുന്നത്. മുസ്ലിം കാറ്റഗറിക്ക് 286, ഇടവ 280. പിന്നെ EWS വരുന്നത് 295 കയറിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾ ഇങ്ങനെ ഒരു ഡാറ്റ വരണം. നമുക്കിത് 2024 നോക്കാം, 2023 നോക്കാം. പിന്നെ ആകെ 3 അലോട്ട്മെൻറ്റിലല്ല ലഭിച്ചിരിക്കുന്നത്, തുടർന്നുള്ള അലോട്ട്മെൻറ്റിലാണ് വിദ്യാർത്ഥികൾ ലഭിച്ചിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ ഇത് ലാസ്റ്റ് വരെയും ലഭിച്ച ഒരു ഇൻഡെക്സാണ് നമ്മളിവിടെ കണക്കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ PNC മേഖലയും മറ്റു കോളേജിൻ്റെ ഒരു ഇതിട്ടുണ്ടായിരുന്നു ഞാൻ, അതായത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ കോളേജ് അവിടേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നോക്കണമെങ്കിൽ AMCSMVക്കൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് 2024 23 ഡാറ്റ ഒന്ന് നോക്കാം. ഓക്കെ, 2024 PDF നോക്കുമ്പോൾ മുകളിൽ നിങ്ങളുടെ കാറ്റഗറിയുടെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഓരോ കോളേജിലും എത്ര ലഭിച്ചെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഗവൺമെൻറ് കോളേജ് പത്തനംതിട്ടയിൽ 220 ST വിദ്യാർത്ഥി ലാസ്റ്റ് കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ 219 തിരുവനന്തപുരത്തിലൊരു കോളേജിൽ കയറിയിട്ടുണ്ട് 2024-25 അധ്യയന വർഷത്ത്. ഓക്കെ, തുടർന്ന് പാരാമെഡിക്കലിനാണ് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ PDF ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചോദിച്ചാൽ മതി. ഓക്കെ, 2023-24 പോകുമ്പോൾ കട്ട് ഓഫ് ഒന്നും കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻഡെക്സ് മാർക്ക് കുറച്ചും കൂടി കുറഞ്ഞ വിദ്യാർത്ഥി കയറിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഗവൺമെൻറ് പത്തനംതിട്ടയിൽ തന്നെ 210 കയറിയിട്ടുണ്ട്. ഓക്കെ, അതുകൂടാണ്ട് വേറെ നോക്കുമ്പോൾ സിമറ്റ് കോളേജിലൊക്കെ നോക്കുമ്പോൾ 217 പോയിട്ടുണ്ട്. KU കാറ്റഗറി വരുമ്പോൾ 210 പോയത് SC കാറ്റഗറിയാണ്. ഇവിടെ KU കാറ്റഗറിയാണ് ഒന്നുകൂടി 2024 ഒന്നിനും കുറഞ്ഞിട്ടില്ല. ജസ്റ്റ് PDF നോക്കി മനസ്സിലാക്കാം. പിന്നെ ഇതിന് സംശയം നമ്മുടെ കമൻറ്റ് വഴിയോ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.